ക്ഷേമ പെൻഷൻ വിതരണം ബാങ്കുകൾ വഴി മാത്രമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പുയർത്തി പ്രതിപക്ഷം. ക്ഷേമ പെൻഷൻ വിതരണം അവസാനിപ്പിക്കുന്നതിന് ആദ്യപടിയായാണ് ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം എന്ന വിലയിരുത്തലിനാണ് CPIM. ഒരാൾക്ക് പെൻഷൻ നൽകുമ്പോൾ ഏജന്റിന് 25 രൂപയും സംഘത്തിന് 5 രൂപയും സർക്കാർ ഇൻസെന്റീവായി നൽകിയിരുന്നു. പുതിയ തീരുമാനത്തോടെ അതും ഇല്ലാതാകും. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം, പൊതുജനങ്ങളെ, സാധാരണക്കാരെ അണിനിരത്തി പ്രതിഷേധം ഉണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അതും നമുക്ക് കാണാം അല്ലെ റഹീസ്? കീർത്തന, ഉറപ്പായും LDFന്റെയും CPIMന്റെയും ഭാഗത്ത് നിന്ന് ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെയുള്ള ഒരു പ്രത്യക്ഷ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത. അവർ പല്ലും നഖവും ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ എതിർക്കുകയാണ്. കാരണം 90-ഉം 95-ഉം വയസ്സുള്ള ആളുകൾ, ഇതുവരെ അക്കൗണ്ടില്ലാത്ത ആളുകൾ എങ്ങനെ അക്കൗണ്ട് എടുത്ത് ബാങ്കുകളിൽ പോയി പൈസ വാങ്ങും എന്നതാണ് CPIM ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനകം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇടതുപക്ഷ അണികൾ, ഇടതുപക്ഷ പ്രവർത്തകർ സഹകരണ ബാങ്ക് ജീവനക്കാരായ സ്ഥലത്ത് അവർ വീടുകളിലെത്തി പെൻഷൻ നൽകുന്നതാണ് ഈ സർക്കാരിൻ്റെ പ്രശ്നമെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് വേണമെങ്കിൽ പെൻഷൻ കൊടുത്തോളൂ എന്ന നിലപാട് വരെ CPIM എടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കരുത്, ഇപ്പോൾ നേരെ ചൊവ്വേ നടന്നു പോകുന്ന ഒരു പെൻഷൻ സമ്പ്രദായം അട്ടിമറിക്കുകയാണ് ചെയ്യുക. നിലവിൽ വീടുകളിൽ കിടക്കുന്ന ആളുകൾക്ക് പൈസ വീടുകളിലെത്തിച്ച് 62 ലക്ഷം പേരിൽ ഏതാണ്ട് 30% പേർ മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് വഴി പൈസ വാങ്ങുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് വീടുകളിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി അവരുടെ കയ്യിൽ കിട്ടും. ഇനി എന്തെങ്കിലും ഒരു മാസം പെൻഡിങ് വന്നാൽ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ ഏജന്റിനോട് അവർക്ക് ചോദിക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പലതരത്തിലുള്ള എററുകൾ കാരണം ബാങ്കിൽ കൃത്യമായി പൈസ പോകാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് മുൻകൂട്ടി കണ്ടാണ് CPIM ഇതിനെ പൂർണ്ണമായും എതിർക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ അടുത്ത ദിവസം മുതൽ പ്രതിപക്ഷം പലതരത്തിലുള്ള പ്രത്യക്ഷത്തിലേക്ക് കടന്നേക്കാം.